ഋതു, രാജു, ഋതു വിഷമിക്കാതെ. നാളെ രാവിലെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഋതുവിനെ രക്ഷപ്പെടുത്തിയിരിക്കും. വാക്ക്. ഋതു ഇങ്ങനെ കരയരുത്. ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും. രാജു, എന്തൊക്കെ ട്രാജഡികളാ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഞാൻ പ്രതാപവർമ്മയുടെ മകള് തന്നെയാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോഴാ ആ ജഗനങ്ങളും വെടിയേറ്റ് മരിച്ചത്. ആരൊക്കെ രാജു നമ്മുടെ ശത്രുക്കള്? ആ അംബികയെ കൂടാതെ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല ഋതു. ഞാൻ ആകെ പകച്ചു നിൽക്കുക. എന്റെ ജീവിതം എന്താ രാജു ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? എന്ത് പ്രശ്നങ്ങളും വന്നിട്ട് ഋതു, എന്ത് വന്നാലും നമുക്കത് മറികടക്കാൻ ശ്രമിക്കാം. ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ധൈര്യവും അതുപോലെ മനക്കരുത്തും ഉണ്ടാവണം. ഋതു കോൺഫിഡന്റ് ആണ് വേണ്ടത്. രാജു, എന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവുമല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന്? എനിക്കും പിന്നെ എന്റെ അമ്മയ്ക്കും ഒരേപോലെ കഷ്ടകാലം. രാജു സമാധാനത്തോടെ ജീവിച്ച ആളാ. ഞാൻ വന്നപ്പോ രാജുവിന് കഷ്ടകാലം. അങ്ങനൊന്നും പറയല്ല ഋതു. എന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനല്ലല്ലോ, ഒരു പൊളിറ്റീഷ്യൻ അല്ലേ. മാത്രമല്ല ഒരു മിനിസ്റ്ററും. അച്ഛൻ മന്ത്രി ആയതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് മന്ത്രിസഭ തന്നെ താഴെ പോവില്ലേ? അതാ അച്ഛൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാത്തത് അല്ലേ രാജു? ഇത് ഋതികയുടെ ഫുഡാ, കൊടുത്തോളൂ. ഋതു ഇത് കഴിക്കേ. ഞാൻ പിന്നെ കഴിച്ചോളാം രാജു. ഞാനെടുത്ത് തരട്ടെ? വേണ്ട. കടുവ ഇൻസ്പെക്ടർ കണ്ടോണ്ട് വന്ന പിന്നെ അത് മതി.